വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ പ്രസന്റ് ഹിയർ. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കാലിത്തൊഴുത്തിൽ മഞ്ഞ് വീഴുന്ന രാവിലെ മാലോകർക്ക് രക്ഷകനായി കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. ഉണ്ണിമശിഹായുടെ ജനനത്തെ ഉത്സവമാക്കി മാറ്റി നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ ക്രിസ്മസ് മ്യൂസിക്കൽ നൈറ്റ് ദ മിറക്കിൾ ഓഫ് നോയൽ 2K25 ഏവർക്കും സ്വാഗതം. ആദരണീയനായ നമ്മുടെ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട തിയോ മത്തായി അച്ഛൻ, നമ്മുടെ ഇന്നത്തെ അതിഥിയും സലാല സെയിന്റ് പോൾസ് CSI ചർച്ച് വികാരിയും ആയ റെവറൻ ഫിലിപ്പ് ജോൺ മുല്ലക്കര അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീ സുനിൽ ബേബി, സെക്രട്ടറി ശ്രീ ജോസഫ് വർഗീസ്, ഈ ക്രിസ്മസിന്റെ കൺവീനറായ ഡോക്ടർ മിസ്റ്റർ മത്തായി ജോർജ്, ഇവരെ എല്ലാവരെയും ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയവായി കടന്നു. എല്ലാവരും നിശബ്ദരായിട്ട് നിൽക്കുക. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സായാഹ്നത്തെ അനുഗ്രഹിക്കുന്നതാക്കാം. ഓപ്പണിംഗ് പ്രയറിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി ഒരു കാര്യം പറഞ്ഞു.
നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുഴുവൻ വീഡിയോയും എടുക്കുന്നുണ്ട്. ദയവായി ആരെങ്കിലും പ്രോഗ്രാം വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് എടുക്കാം. ഈ ക്യാമറയുടെ പുറകിൽ മുമ്പിൽ വന്നാൽ ഡിസ്റ്റർബൻസ് ആവും. ദയവായി ആ കാര്യം ഇടപെടൽ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം കുട്ടികൾ എഴുന്നേറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പ്രത്യേകം പേരൻസ് അവരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനം നല്ല ഡിസിപ്ലിനായിട്ടിരിക്കുക. അത് നമ്മുടെ പ്രോഗ്രാമിനെ വളരെയേറെ വിജയത്തിന് സഹായിക്കുന്നു. ഫോർമൽ ഫംഗ്ഷനിൽ ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ചടങ്ങ്. ഇടവകയുടെ സ്വാഗതം ആശംസിക്കാൻ ഇടവകയുടെ ആദരണീയ സെക്രട്ടറി ശ്രീ ജോസഫ് വർഗീസിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ ജോസഫ് വർഗീസ്, സെക്രട്ടറി സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ചർച്ച്, സലാല. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പി.ഒ. മത്തായി അച്ഛൻ, സെന്റ് പോൾ CSI ഇടവകാരി ബഹുമാനപ്പെട്ട ഫിലിപ്പ് ജോൺ കൊല്ലയ്ക്കൽ അച്ഛൻ, ഇടവക ട്രസ്റ്റി മിസ്റ്റർ സുനിൽ ബേബി, ഈ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം കൺവീനർ ഡോക്ടർ മത്തായി ജോർജ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ലോകമെമ്പാടും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നോയൽ 2025 എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും വളരെ മനോഹരവും വ്യത്യസ്തവുമായ പ്രോഗ്രാമുകളാണ് നാം ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം കാണുവാൻ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആയതിനാൽ ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല. സ്വാഗതം അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇടവകയെ ദൈവാശ്രയത്താൽ ധീരമായി നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമുക്ക് ആവശ്യമായ സമയങ്ങളിൽ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഇടവക വികാരിയും ഈ യോഗാധ്യക്ഷനുമായ പി.ഒ. മത്തായി അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇന്ന് ഇവിടേക്ക് ഈ അനുഗ്രഹീത സന്ധ്യയിൽ ഇവിടേക്ക് കടന്നു വരികയും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി കടന്നു വന്നിട്ടുള്ള സെന്റ് പോൾ CSI ഇടവക വികാരി ഫിലിപ്പ് ജോൺ കൊല്ലയ്ക്കൽ അച്ഛനെയും കുടുംബത്തെയും സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ സജീവ സാന്നിധ്യവും നമ്മൾക്കെല്ലാവർക്കും സുപരിചിതരുമായ നമ്മുടെ ഇടവക ട്രസ്റ്റി മിസ്റ്റർ സുനിൽ ദേവിയെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം കൺവീനറും സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററുമായ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ മത്തായി ജോർജിനെ വിനയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ പല പ്രായക്കാർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും, അതോടൊപ്പം കുഞ്ഞുങ്ങളെ ഈ പ്രോഗ്രാമിന് വേണ്ടി പരിശീലിപ്പിച്ച അധ്യാപകരെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുന്ന മാതാപിതാക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇടവകയിലെ എല്ലാ ആവശ്യങ്ങളും വളരെ കൃത്യമായും വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ ആത്മീയ സംഘടനകളായ മർത്തമറിയ സമാജ പ്രവർത്തകർ, OCYM പ്രവർത്തകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, കുഞ്ഞുങ്ങൾ, ചർച്ച് പയർ, ശുശ്രൂഷക സംഘം എല്ലാ അംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് ഇടവകയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഉപരിയായി നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും
ഇടവകയോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇടവകാംഗങ്ങൾ, ഈ ദേവാലയത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ ഇടവകാംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് അംഗവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കാണുവാനായി കടന്നു വന്നിട്ടുള്ള നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സലാല സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തത് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്, അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം നടത്താനായി നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട പി.ഒ. മത്തായിയച്ചനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ് ബൈ വികാർ ഫാദർ പി.ഒ. ദൈവത്തിന്റെ സ്തുതി. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആദരണീയനായ ഫിലിപ്പ് ജോൺ അച്ഛൻ, പള്ളിയുടെ ട്രസ്റ്റി മിസ്റ്റർ സുനിൽ ബേബി, സെക്രട്ടറി മിസ്റ്റർ ജോസഫ് ബറീസ്, ഈ പ്രോഗ്രാമിന്റെ ക്രിസ്മസ് കൺവീനർ, അതുപോലെ നമ്മുടെ സൺഡേ സ്കൂൾ മാസ്റ്ററുമായ ഡോക്ടർ മത്തായി ജോർജ്, കമ്മിറ്റി അംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, വേദപുസ്തകത്തിൽ നാം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം നാം വായിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സർവശക്തനായ ദൈവം മനുഷ്യനെയും ലോകത്തെയും സ്നേഹിച്ചതുകൊണ്ട് യേശു തമ്പുരാനെ രണ്ടാമനായ വചനമാകുന്ന ദൈവം തമ്പുരാനെ, പുത്രൻ തമ്പുരാനെ ലോകത്തിലേക്ക് വിടുകയാണ്. കർത്താവിന്റെ സമയത്തിന് മുമ്പ്, അതായത് കർത്താവ് ഈ ലോകത്തിൽ ജനിക്കുന്നതിന് ഏകദേശം 800 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കും. 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ പ്രവചനം. കർത്താവിന്റെ ജനന സമയത്ത് അത് പൂർത്തീകരിക്കുകയാണ്. കാലത്തികവിൽ യേശു തമ്പുരാൻ ജാതനാവുകയാണ്. 8 നൂറ്റാണ്ടിന് ശേഷം ദൂതൻ അവളോട്, മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. ദൈവദൂതൻ പരിശുദ്ധ കന്യക മറിയാമിനോട് പറയുന്നതാണ്. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷവും അതുപോലെ വിശുദ്ധ ലൂക്കോസ് സുവിശേഷത്തിലും നാം കാണുന്നു കർത്താവിന്റെ ജീനിയോളജി. കർത്താവ് പൂർവ്വപിതാക്കന്മാർ ആദാം മുതലുള്ള എല്ലാ പരമ്പരാഗതമായ ആ പിതാക്കന്മാരെ എല്ലാം
ഈ രണ്ട് പുസ്തകങ്ങളിൽ ഓർക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ ജീനിയോളജിക്ക് പകരം അവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം യേശു തമ്പുരാൻ ആരാണ്, പുത്രനായ തമ്പുരാൻ ആരാണ് എന്ന് യേശു തമ്പുരാന്റെ മനുഷ്യാവതാരത്തെ പറ്റി താത്വികമായി അവിടെ പ്രതിപാദിക്കുകയാണ്. അതേസമയം വിശുദ്ധ ലൂക്കോസിന്റെയും മത്തായിയുടെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് യേശു തമ്പുരാൻ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണായി ആണ് എന്ന് അവിടെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സർവശക്തനായ ദൈവം മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആ കർത്താവിന്റെ ജനന പെരുന്നാള് ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. ലോകം മുഴുവനും പ്രത്യാശയോടെ ആഘോഷിക്കുകയാണ്. മുഴുവൻ ലോകത്തെയും വീണ്ടെടുക്കുവാനായി യേശു തമ്പുരാൻ അവതരിച്ചു. അവിടെ സംശയത്തിന്റെ യാതൊരു കണിക പോലുമില്ല. അതുകൊണ്ടാണ് ഇറ്റാലിയൻ ഫിലോസഫറായിരുന്ന റെനെ ഡെക്കാർട്സ്, അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്, I think therefore I am. I think therefore I am. ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുവെന്ന് എനിക്ക് മനസ്സിലാകും. അത് ഡെക്കാർട്സ് മോഡേൺ ഫിലോസഫിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഇൻഫിനിറ്റ് ആയിട്ടുള്ളതായ ദൈവം നിലനിൽക്കുന്നു. ആ ഇൻഫിനിറ്റ് ആയ ദൈവം ട്രിനിറ്റിയാണ്, പിതൃപുത്ര പരിശുദ്ധാത്മാവാണ്. ആ പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരെ പാപാന്തകാലത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാനായി ലോകത്തിലേക്ക് വന്നു. താൻ ഒരു രാജാവായിട്ടല്ല ജനിച്ചത്. രാജാവിനേക്കാൾ വലിയ രാജാവാണ് യേശു. പക്ഷെ ജനിച്ചത് വെറും കല്ലിടാവിലാണ്. സാധാരണക്കാരായ ഒരു കുഞ്ഞായിട്ട് ജനിക്കുകയാണ്. അത്ഭുതമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇതിഹാസമാണ്. നമുക്ക് മനസ്സിലാകില്ല. ഒരു കാര്യം സ്പഷ്ടമാണ്, യേശു സർവശക്തനായ ദൈവമാണ്. യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. സംശയമില്ല, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് വിശുദ്ധ തോമാസ് ശ്ലീഹ കർത്താവിന്റെ വിലാപിന് കൈയിട്ടുകൊണ്ട് പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കാം, എന്റെ കർത്താവും എന്റെ ദൈവവുമേ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം കാത്ത് പരിപാലിച്ച് നീതിയുടെ പാതയിൽ, സത്യത്തിന്റെ പാതയിൽ ചലിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന്റെ, വളരെ സന്തോഷപൂർണമായ ക്രിസ്മസും അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ പുതിയ വർഷവും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നന്ദി വെച്ച അച്ഛൻ്റെ അനുഗ്രഹീതമായ ആശംസകൾക്കൊക്കെയും ഒത്തിരി നന്ദി പറയുന്നു. പരിപാടി അടുത്തത് ഫോർമൽ ഫംഗ്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വേദിയിലിരിക്കുന്നതായ നമ്മുടെ അതിഥിയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൺവീനറും ട്രസ്റ്റി സെക്രട്ടറിയും ദയവായി താഴത്തെ ഇരിപ്പിടങ്ങളിലേക്ക് ഇരിക്കുന്നു.